ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. അഫിൽ ജന്നതി സമാഉൻ യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുസ് സമാ. സ്വർഗത്തിൽ പാട്ടുണ്ട് നബിയെ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ റസൂലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഫിൽ ജന്നതി സമാ, അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് സഹാബാ. അപ്പോൾ ആ സഹാബി വര്യൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിലെ പാട്ട് എങ്ങനെയായിരിക്കും നബിയെ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ അല്ലാഹു തആല പാട്ടുപാടാൻ വേണ്ടി നിയോഗിച്ച ഒരു കാറ്റുണ്ട്. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ അള്ളാഹു ആ കാറ്റിനെ വിളിക്കുന്നതാണ്. കാറ്റിനോട് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ സ്വർഗത്തിൽ നിറയെ മുളകൾ തിങ്ങി നിൽക്കുന്ന ഖസബ് എന്ന പേരായ ഒരു കാടുണ്ട്. ഈ കാറ്റ് ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതും മനോഹരമായ ഒരു പാട്ടിനെ ഉണ്ടാക്കി തീർക്കുന്നതും അത് കേട്ടുകൊണ്ട് സ്വർഗമാഗമാനം ഇങ്ങനെ ഇളകി മറിയുന്നതുമാണ്. അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ പാട്ടുണ്ട്, അതിങ്ങനെ ഒരു മുളം കാടാണ്, അതിലേക്ക് ഒരു കാറ്റ് കടന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുകയാണ് എന്ന് പറഞ്ഞു. മുളയുടെ പാട്ട് ഉമർ ഖയ്യാം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ്: രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് ചേരാനുള്ള താല്പര്യമാണ് അതിലുള്ളത്. തൗഹീദിന് വേണ്ടിയുള്ള കരച്ചിലാകുന്നു മുള നടത്തുന്നത് എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കരച്ചിലുകളും തൗഹീദിന് വേണ്ടിയാണ് എന്നാണ്. ദുനിയാവിലെ എല്ലാ കരച്ചിലുകളും തൗഹീദിന് വേണ്ടിയാണ്. അപ്പോൾ വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ആത്മാവിൻ്റെ ആഗ്രഹം അള്ളാഹുവിനോടുള്ള സാമീപ്യവും ഇൽമുമാണ്. അത് രണ്ടും കിട്ടിയെങ്കിൽ മാത്രമേ ആത്മാവ് അടങ്ങി നിൽക്കുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹ് എന്നോർക്കൽ കൊണ്ട് ഹൃദയം അടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഗസാലി ഇമാം ഇഹ്യയിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും മുബ്തദികൾ തള്ളിപ്പറഞ്ഞു. എന്നാൽ മുബ്തദികളുടെ നേതാവായ ഇബ്നു തൈമിയ്യ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞ ഒരു ഹദീസ് ഇന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറയുകയുണ്ടായി. ആ ഹദീസ് ഇതാണ്: ഇദാ ദക്കറല്ലാഹ ഖലസ എന്ന ഹദീസാണ്. ഇദാ ദക്കറല്ലാഹ ഖലസ, ഒരാൾ അള്ളാഹുവിനെ ഓർത്താൽ അവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസാണ്. ഇദാ ദക്കറ അല്ലാഹ്, ഒരാൾക്ക് അള്ളാഹ് എന്ന് ഓർമ്മ വന്നാൽ ഖലസ, അവൻ കൈച്ചിലായി, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഹദീസാണ്. ഇഹ്യയിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഇബ്നു തൈമിയ്യ സപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു മനുഷ്യന് അള്ളാഹ് ഓർമ്മ വരുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല രക്ഷപ്പെട്ട സംശുദ്ധനായ മനുഷ്യനായി മാറുന്നത് എന്നാണ്. അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം ഇങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ചുമരുമ്മ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല പെണ്ണുങ്ങളെ ഫോട്ടോ ഒക്കെ ഉള്ള സിനിമ പോസ്റ്റർ. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാൻ തോന്നും. പക്ഷെ വാപ്പ ഒപ്പം ഉണ്ടെങ്കിൽ നോക്കാൻ തോന്നൂല, വാപ്പ കൂടെ ഉണ്ടെങ്കിൽ നോക്കാൻ തോന്നൂല. അപ്പം ഇങ്ങനെ നോക്കാത്ത മാതിരി നിൽക്കും. ഭാര്യ കൂടെ ഉണ്ടെങ്കിലും കഴിയൂല നോക്കാൻ. പക്ഷേ വാപ്പ പെരയിലായിട്ടൊരു കാര്യമില്ല. നല്ല സ്ട്രോങ് ഉള്ള വാപ്പയാണ്, പക്ഷെ മൂപ്പര് പെരയിലുള്ളത്. മൂപ്പര് ഒപ്പം ഇല്ലെങ്കിലും നോക്കും. ഭാര്യ അങ്ങനെ തന്നെയാണ്. മൂപ്പര നല്ലോണം സംശയത്തോടു കൂടെ നോക്കുന്ന ആളാണ്, പക്ഷെ ഭാര്യ വീട്ടിലാണെങ്കിൽ നോക്കും. അള്ളാഹു പെരയിലായിട്ട് കാര്യമില്ല. അള്ളാഹു കൂടെയുണ്ടെങ്കിലേ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. മഅയ്യത്തിൻ്റെ ബോധം എന്നാണ് അതിന് പറയാ. അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം. ഔസുല്ലാദം പഠിപ്പിച്ച അദ്കാറുകളിലുണ്ട്: അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി, അള്ളൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അല്ലാഹു നാദിരി, അള്ളന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ലാഹു ഹാദിരി, അല്ലാഹു ഷാഹിദി, അള്ളന്നെ കാണുന്നുണ്ട്. അല്ലാഹു മഈ, അള്ളൻ്റെ ഒപ്പമുണ്ട്.
അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം നഷ്ടപ്പെടലാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ തെറ്റ്. അതിനെ സൂഫിയാക്കൾ ഗഫലത്ത് എന്നാണ് പറയാം, അശ്രദ്ധ എന്നാണ് പറയാം. സൂഫി ഇസ്തിലാ അനുസരിച്ച് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ പേന മറന്നുവെച്ചു കണ്ണട മറന്നുവെച്ചു എന്നല്ല. സൂഫി ഇസ്തിലാഹിൽ ഗഫലത്ത് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം ഒരാൾക്ക് നഷ്ടപ്പെടുന്നതിനാണ് ഗഫലത്ത് എന്ന് പറയുന്നത്. മുഅ്മിനായ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ തെറ്റ് ഗഫലത്താണ്, അശ്രദ്ധയാണ്. തെറ്റ് വന്നു പോകും അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധയുണ്ടായാൽ. ഇനി വേറൊരു അശ്രദ്ധ കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ തെറ്റുകാരനാണ് എന്നതിനെ തൊട്ടുള്ള അശ്രദ്ധ രണ്ടാമത്തെ ഒരു കാര്യമാണ്. അത് ഇസ്തിഗ്ഫാറിന് തടസ്സം നിൽക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പിശാച് മാറി നിൽക്കണമെങ്കിൽ രണ്ടു കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ്. ശൈത്താൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നിർബന്ധമായും രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒന്ന്, മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്തിരിക്കണം. രണ്ടാമത്തേത് ഉളൂ ദായിമാക്കിയിരിക്കണം. രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് മാത്രമേ പിശാച് മാറി നിൽക്കുകയുള്ളൂ. സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ശൈത്താനിയായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അപസ്മാര രോഗമുള്ള ആളുകൾ, ശൈത്താനി പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ രണ്ട് കാര്യം ചെയ്താൽ അവൻ പിശാചിൻ്റെ എല്ലാ ഷർറുകളിൽ നിന്നും സലാമത്താവും. ഒന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലും, രണ്ട് ഉളു ദായിമാക്കലുമാണ്. ഉളു ദായിമാക്കാൻ വലിയൊരു പ്രയാസമൊന്നുമില്ല. 15 ഉറുപ്പ്യൻ്റെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ 2 ഒളു ഉണ്ടാക്കാനുള്ള വെള്ളം ഉണ്ടാവും. ദായിമാക്കണ ഒളു ആകുമ്പോൾ ആണെങ്കിൽ ഫർള് മാത്രം എടുത്താലും മതി. വീട്ടിൽ നിന്നല്ലെങ്കിൽ മുഖം ഒരോട്ടം കഴുകി, കൈ ഒരോട്ടം കഴുകി, തല ഒന്ന് തടഞ്ഞു, കാലും കഴുകിയാൽ ഒളുള്ളവനായി. ദായിമായി ഒളു ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് പിശാചൊഴിഞ്ഞു നിൽക്കും. ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുന്നവൻ്റെ ശരീരത്തിൽ നിന്നും പിശാചൊഴിഞ്ഞു നിൽക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധയുള്ളവരാവുക. അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇസ്തിഗ്ഫാർ ഒരാൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട കാരണങ്ങൾ എന്നിലുണ്ട് എന്ന് തോന്നണം, എന്നാലേ കഴിയുള്ളൂ. ഇപ്പം നമ്മളാരും കൊന്നിട്ടില്ല, നമ്മളാരും വ്യഭിചാരികളല്ല, നമ്മളാരും പലിശക്കാരല്ല, നമ്മളാരും സിഹിർ പണി നടത്തുന്നവരല്ല, നമ്മളാരും ആരെയും കൊന്നിട്ടില്ല, സബുൽ മുബിഖാത്തിൽപ്പെട്ട ഒരു ദോഷവും നമ്മളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക. വാസ്തവത്തിൽ വ്യഭിചാരം മാത്രം എടുത്താൽ തന്നെ ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം. അൽ ഐനാനി സിനാഹുമ അന്നളുറു ഹബീബുന റസൂലുള്ളാഹി. കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നടക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ നിൽക്കാൻ 4 പെൺകുട്ടികൾ ആവശ്യമുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്തു, DTP എടുത്തിട്ട് അവിടെ ഇവിടെ കൊട്ടിച്ചു വെച്ചു, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തു, ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. 20 അപേക്ഷ വന്നു. 4 കുട്ടികളെയാണ് ആവശ്യമുള്ളത്, 20 അപേക്ഷ വന്നു. എന്നാൽ കുട്ടികളെ ആദ്യം മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് 8 എണ്ണം കറുത്തതുമാണ്, 4 എണ്ണം വെളുത്തതുമാണെങ്കിൽ വെളുത്ത 4 എണ്ണത്തിനെയാണ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും, പീടിയിൽ 4 ചെക്കന്മാർ കയറണമെങ്കിൽ ഇത് നിർത്തിയാലല്ലേ പറ്റുള്ളൂ. വാസ്തവത്തിൽ നേത്ര വ്യഭിചാരത്തിന് വേണ്ടി സൗകര്യം ചെയ്യലാണ്. അൽ ഐനാനി സിനാഹുമ അന്നളുറു. എന്ത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അശ്രദ്ധയുണ്ടാവുന്നുണ്ട്. അതാണ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം. അപ്പോൾ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ഉളു ദായിമാക്കാൻ സൂക്ഷിക്കണം, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ സൂക്ഷിക്കണം. എന്നാൽ പിശാച് ഒരാളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. പിശാച് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ മനുഷ്യന് വരുന്ന ബോധമാണ് മഅയ്യത്തിൻ്റെ ബോധം, അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം. ആ ബോധത്തിൽ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയും എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ശരീരത്തേക്കാൾ പ്രധാനപ്പെട്ടത് ആത്മാവാണ്. ആത്മാവിന് 2 ആവശ്യങ്ങളാണുള്ളത്. ഒന്ന്, ഇലാഹിയായ സാമീപ്യവും, 2 ഇൽമുമാകുന്നു. 2ഉം നൽകാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ നമുക്ക് ശാന്തമായ മനസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുകയും അവസാനം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടാൻ സാധ്യമാവുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ഈ